മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറച്ച് ലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ധന്യനായിട്ടുള്ളൊരു ബുദ്ധിജീവി, ഭരണാധികാരിക്ക് ഉപദേശമൊക്കെ കൊടുക്കുന്ന ലെവലിലുള്ള ആള്, പത്രമാധ്യമങ്ങളിൽ നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ ശ്രമിച്ച് ഇപ്പം മറ്റൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ആള് അമേരിക്കയിൽ ചെന്ന് മാതാമൃതാനന്ദമയിയെ കരിവാരി തേക്കാൻ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച് പരാജയപ്പെട്ട് മുട്ടുമടക്കി ജീവിക്കേണ്ടി വന്ന ആള് ശ്രദ്ധയാകർഷിക്കാനോ VS അച്യുതാനന്ദനെ പോലെ നിരന്തരം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാനോ ഏറ്റവും എളുപ്പ വഴി നെഗറ്റീവുകൾ പറഞ്ഞ് അത് ചർച്ചയാക്കിയിട്ട് അതിൽ ശ്രദ്ധ പിടിച്ചു വയ്ക്കാം. ശരിയായിട്ട് നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നതിന് പകരം കീറി പറഞ്ഞ ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ ധാരാളം പേര് ശ്രദ്ധിച്ചു എന്ന് വരും. അതേപോലെ നല്ല രീതിയിൽ സംസാരിക്കുന്നതിന് പകരം തെറി പറഞ്ഞുകൊണ്ട് പോയാലും ജനങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വരും. ബുദ്ധിജീവിയെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ എളുപ്പം ഭ്രാന്തനെ ശ്രദ്ധിക്കലാണ്. അങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണെങ്കിലും പലരും പലതും പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞതാണ്, കേരളത്തില് ഹിന്ദുക്കളും ബ്രാഹ്മണരും ഒക്കെ പിന്നീടാ വന്നത്, ആദ്യം ഉണ്ടായത് ക്രിസ്തുമതമാണ്. ക്രിസ്തു ജനിക്കുന്നതിന് തന്നെ എത്രയോ മുമ്പ് ക്രിസ്തുമതം കേരളത്തിൽ വന്നിട്ടുണ്ടെന്നാണ് വ്യംഗ്യാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എടുക്കാനുള്ളത്. ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് 75 വയസ്സായിട്ടുള്ള സെന്റ് തോമസ് അദ്ദേഹം മരിച്ചതിന് എത്രയോ കാലത്തിന് ശേഷം സ്വീകരിച്ച കുരിശ്, അതുകൊണ്ട് ഇവിടെ വന്ന് നിലയ്ക്കൽ പള്ളിയിൽ വന്നു 8 നമ്പൂതിരി കുടുംബത്തെ മതം മാറ്റി. അപ്പൊ ഇവിടെ നമ്പൂതിരിമാരില്ലായിരുന്നു എന്ന് ബുദ്ധിജീവി പറഞ്ഞതും നമ്പൂതിരി കുടുംബത്തെ മതം മാറ്റി എന്ന് പറഞ്ഞതും ഡയറക്ടറി ഒപ്പിച്ചിട്ട്, പിന്നെ കുറേ മലയാറ്റൂര് അമ്പലവും അതുപോലെ തന്നെ പല അമ്പലങ്ങൾ, ഇടപ്പള്ളി പള്ളി, കൊട്ടിയൂർ, കൊരട്ടി പള്ളി, അങ്ങനെയുള്ള പള്ളികൾ, അതെല്ലാം പണ്ട് അമ്പലങ്ങളായിരുന്നു, അതിനെയാണ് പള്ളികളാക്കി മാറ്റിയത് എന്നൊക്കെ പള്ളിയുടെ മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിനെ പള്ളിയാക്കിയത് ക്രിസ്ത്യാനികളായിരുന്നു ഇവിടെ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പള്ളികളെയല്ലേ അമ്പലമാക്കേണ്ടത്. നമ്പൂതിരിമാരെയാണ് മതം മാറ്റിയത്, മാർക്കം കൂട്ടിയതെന്നൊക്കെ പറയുന്നില്ലേ. ഇങ്ങനെയൊക്കെ ചില വൃത്തികേടുകൾ പറയുമ്പോൾ കുറേയധികം കമന്റുകൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ ഫേസ്ബുക്കിൽ വന്നു ഇതിലൊരു പെൺകുട്ടി എഴുതിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ എന്ന പേരുണ്ടായത് തന്നെ യഥാർത്ഥത്തില് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് മാർത്തോമ വർമ്മയാണ്. അതാണ് ഹിന്ദുക്കൾ മാർത്താണ്ഡവർമ്മയാക്കിയത്. മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കിയത് പരശുരാമനല്ല, പത്രോസ് കുട്ടിയാണ് എന്നുള്ളത്. കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി അല്ല, സാമുവൽ തിരിയാണ് സാമൂതിരിയായി മാറിയത് എന്ന്. അഗസ്റ്റസ് സീസറുടെയും സെന്റ് അഗസ്റ്റിന്റെയും പേരാണ് അഗസ്ത്യ മുനിക്കും അഗസ്ത്യ കൂടത്തിനും കൊടുത്തിരിക്കുന്നത് എന്ന് ബുദ്ധിജീവിയുടെ. കന്യാകുമാരി ജനിച്ചത് കന്യാകുമാരിയിലാണ്. അത് കന്യാകുമാരി ആയിരുന്നു, പിന്നീടാണ് അത് കന്യാകുമാരിയായി മാറിയത്. ക്രിസ്ത്യൻ കോട്ട എന്നുള്ള പേരാണ് ശരിക്ക് കൃഷ്ണൻ കോട്ടയായി മാറിയത് എന്നൊക്കെ വിചിത്രമായിട്ടുള്ള കുറേ കമന്റുകൾ ഈ ബുദ്ധിജീവി പറഞ്ഞതിന് എതിരായിട്ട് ന്യായീകരിക്കാൻ ഇതൊക്കെ പെടുത്താമല്ലോ. എനിക്കും തോന്നി ശരിയാണ്, കോട്ടയത്തെ ദേവലോകത്താണ് യേശു ക്രിസ്തു ജനിച്ചത്. ഇടുക്കിയിലെ ചെറുതോണി ഡാം എന്നുള്ളതുണ്ട്. ആ ചെറുതോണി ഡാമിലാണ് യഥാർത്ഥത്തില് യഹോവയുടെ പെട്ടകം എബ്രാഹിം ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതിന് ചെറുതോണി എന്നുള്ള പേര് വന്നത്. ശരിയായിരിക്കാം, ഹീരോദോസ് ചക്രവർത്തി യേശുക്രിസ്തു ജനിക്കുമ്പോഴത്തേക്കും ഭരിച്ചിരുന്ന ഹീരോദോസ് ചക്രവർത്തി ഒരുപക്ഷെ ഭരിച്ചത് കണ്ണൂരിലെ കൊട്ടിയൂരായിരിക്കാം, ഇപ്പോഴത്തെ ഫാദർ കുട്ടിയെ പഴപ്പിച്ചതിന്. അപ്പോ ശരിക്കും നോക്കുകയാണെങ്കിൽ ഭർഗോ ദേവസ്യ ധീമഹി, ഇതേമാതിരിയുള്ള ബുദ്ധിജീവിക്ക് പറയാം. ഗായത്രി മന്ത്രത്തിലെ ദേവസ്യ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ബന്ധുവാണ്. വാക്കുകൾ വികൃതമാക്കാൻ ശരിക്ക് സെന്റ് തോമസ് മതം മാറ്റിയത് നമ്പൂതിരിയെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം മാർക്കം കൂടിയത്. ഞങ്ങൾ ആ കുടുംബത്തിലുള്ള ആളാണെന്നും അലക്സാണ്ടർ ജേക്കബ് IPS, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS വരെ പറയാറുണ്ട്, ഞാൻ നമ്പൂതിരിയുടെ കുലത്തിൽ ജനിച്ചതാണെന്ന് അഭിമാനത്തോടു കൂടി.
ഇപ്പൊ ഈശ്വരാനുഗ്രഹോട് ക്രിസ്ത്യാനികളെല്ലാം പറയാറുണ്ട്. ഞങ്ങളുടെ പൂർവ്വ പിതാമഹന്മാർ നമ്പൂതിരിയാക്കും. ഈഴവനാണോ പുലയനാണോ പറയനാണോ നായരാണോ എന്ന് പറയില്ല, നമ്പൂതിരിയാണെന്ന് തന്നെ പറയാം. അപ്പൊ ഈ ബുദ്ധിജീവി ഇതെല്ലാം ഓരോന്നിങ്ങനെ വികൃതമായിട്ട് പറയുന്ന ആ വൃത്തികേടുകൾ അത് ഏത് ലെവൽ വരെ പോവാം? എറണാകുളം എന്ന പേരുണ്ടായത് കുളം ജ്ഞാനസ്നാനത്തിന് യോഹന്നാൻ യേശുക്രിസ്തുവിനെ ഈ കുളത്തിലാണ് ജ്ഞാനസ്നാനം ചെയ്യിച്ചത്. എന്നിട്ട് കരയിലേക്ക് കയറ്റി നിർത്തിയത് കൊണ്ടാണ് ആദ്യത്തേതിന് എറണാകുളം എന്നും രണ്ടാമത്തേതിന് ചോറ്റാനി കര എന്നും പേരുണ്ടായത്. ഇങ്ങനെയുള്ള കുറേയധികം അസംബന്ധ ജടിലമായിട്ടുള്ള വരികളും വാക്കുകളും എല്ലാം പറഞ്ഞതിനെതിരെ ഇന്നലെയും മിനിഞ്ഞാന്നും ഫേസ്ബുക്കിൽ ഒത്തിരി പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അത് പച്ച തെറി ഉൾപ്പെടെ ഈ യൂട്യൂബിലൊന്നും പറയാൻ പാടുള്ളതല്ലാതെ അത്ര ലെവലിൽ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒന്നെനിക്ക് തോന്നുന്നത്, രാവണൻ ഉണ്ടായതുകൊണ്ടാണ് ശ്രീരാമൻ വന്നത്, കംസൻ ഉണ്ടായതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ വന്നത്, രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മന്ദബുദ്ധി ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു മോഡി വന്നത്. അതുപോലെ മുസ്ലിങ്ങൾ അസാധാരണമാം വിധത്തിൽ പ്രീണിപ്പിക്കപ്പെടുന്നു BSPയിലൂടെയും SP-യിലൂടെയും എല്ലാം, കോൺഗ്രസിലൂടെയും. അതുകൊണ്ടാണ് ഒറ്റ മുസ്ലിമിനെ കാൻഡിഡേറ്റ് ആയിട്ട് വെക്കാതെ ഉത്തർപ്രദേശില് യോഗി ആദിത്യനാഥ് ചീഫ് മിനിസ്റ്ററായത്. ഒരു കാര്യം ഉറപ്പാ, ഇതുമാതിരി നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറഞ്ഞാലേ അതിശക്തമായ രീതിയിൽ പോസിറ്റീവ് ഉദിച്ചുയരുള്ളൂ. Whenever the system in equilibrium is disturbed, the system will adjust. System will adjust itself in such a way that the effect of the disturbance will be nullified. അതാണ് ഇപ്പൊ നടക്കുന്നത്. പണ്ട് വലിയ ബുദ്ധിജീവിയാണെന്ന് ജനങ്ങൾ അംഗീകരിച്ചാൽ അവിടെ ഇരിക്കട്ടെ. എത്ര വലിയ ബുദ്ധിജീവിയാണെങ്കിലും, ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ച ആളാണെങ്കിലും ശരി, ആരാധ്യനും ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയായിട്ടുള്ള MT വാസുദേവൻ നായർക്ക് കേൾക്കേണ്ടി വന്നത് എന്താണെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പുതിയ പുതിയ തിയറി ഉണ്ടായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ നിറഞ്ഞിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം ഇപ്പൊ പച്ച തെറി കേട്ടോണ്ടാണ് നിലനിൽക്കേണ്ടി വരുന്നത്. അതിന് പാകത്തിനകത്തും പുറത്തും തൊലിക്കട്ടി ഉണ്ടെങ്കിൽ തുടരുക, അല്ലെങ്കിൽ ഹിന്ദു പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരിക്കലിന്റെ ലക്ഷണമാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ഇനിയുള്ള ദിവസങ്ങളിലും. മഹാരഥനായിട്ടുള്ള ഹാർവാർഡിൽ നിന്ന് PhD എടുത്താലും ലോ അക്കാഡമിയിൽ നിന്നാണ് ലോ ചുളുവിലെടുത്തത് എന്നുള്ളതും അറിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതികരണം, ഹിന്ദുക്കളുടെ പ്രതികരണം ഉണ്ടാകുമ്പോൾ തടുത്തു നിർത്താൻ സാധിക്കില്ലെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുമതം ആദ്യം ഉണ്ടായി, പിന്നെയാണ് ഹിന്ദുക്കൾ ഇവിടെ വന്നത്. ആ ഹിന്ദുക്കൾ ക്രിസ്തുമതത്തിലെല്ലാം എടുക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് കൊണ്ടുവന്ന സാധനം കഴിച്ചിട്ടാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിലുള്ള കാര്യം ഒന്ന് പുനർവിചിന്തനത്തിന് വിധേയമാക്കട്ടെ. ആരാണെങ്കിലും പ്രണാമം, നമസ്കാരം.